ഇന്ന് മെയ് 31, 2024 മൂവി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് സന്തോഷ് പണ്ഡിറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. ഹലോ ഫ്രണ്ട്സ്, സന്തോഷ് പണ്ഡിറ്റ് ഡയറക്ടറാണ്. ഈ ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളുടെയും ശ്രദ്ധയ്ക്ക് 13 വർഷമായി 12 സിനിമ ചെയ്ത എൻ്റെ അനുഭവം വെച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നു. ശരിയായി തോന്നിയാൽ എടുത്തോളൂ. പലരും സിനിമ നിർമ്മിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പായി പണം പിരിച്ച് ഒരുമിച്ച് സിനിമ എടുക്കാമെന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഇതിലെല്ലാം തലവെച്ചു കൊടുക്കുന്ന സിനിമാ മോഹികൾ 2 വട്ടം ചിന്തിക്കുക. അറിയപ്പെടുന്ന സംവിധായകൻ, ഒരു സിനിമയെങ്കിലും പുറത്തിറക്കിയ നിർമ്മാതാവ്, അറിയപ്പെടുന്ന നായകൻ, ഇതിലൊന്നെങ്കിലും ഈ സിനിമയ്ക്കുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ജെന്യുവിനിറ്റി ആ പ്രൊജക്റ്റിന് ഉണ്ടെന്ന് കരുതാം. മറിച്ച് ഒരിക്കലും പുറത്തിറങ്ങാത്ത പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിങ്ങളുടെ വിലയേറിയ സമയം, പണം ബ്രാക്കറ്റിൽ മാനം എന്നിവ കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തിയേറ്ററിൽ ഇറങ്ങിയില്ലെങ്കിലും OTT, യൂട്യൂബ്, ഫേസ്ബുക്ക് അടക്കം ഒരു പ്രൊജക്റ്റ് പണി പൂർത്തിയായി റിലീസ് ചെയ്യുവാൻ നിരവധി മാർഗങ്ങളുണ്ട് എന്നുകൂടി മനസ്സിൽ വെക്കുക. ഗ്രൂപ്പായി ചെയ്ത സിനിമകൾ എത്ര എണ്ണം പുറത്തിറങ്ങി എന്ന് ചിന്തിക്കുക. ചിലർ അഭിനയ ഭ്രാന്ത് മൂത്ത് കുറച്ച് പണം ഇടും. അത് തീരുന്നത് വരെ ഷൂട്ടിംഗ് നടക്കും. പിന്നെ പടം പെട്ടിയിലാകും. ഇത്രയോ സിനിമ മാത്രമല്ല, ആൽബം, ഷോർട്ട് ഫിലിം അടക്കം ഷൂട്ടിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നില്ല. പലപ്പോഴും നിർമ്മാതാവ് എന്ന് പറയപ്പെടുന്നവന് ഒരു ലക്ഷ്യമുണ്ടാകും. അത് ഷൂട്ടിങ്ങിനിടയിൽ നടന്നാൽ പിന്നീടത് എഡിറ്റിംഗ്, ഡബ്ബിംഗ് ചെയ്ത് ഇറക്കുവാൻ ആഗ്രഹിക്കില്ല. ഇനി ഷൂട്ടിങ്ങിനിടയിൽ ലക്ഷ്യം നടന്നില്ലെങ്കിൽ രോഷാകുലനായി ഇറങ്ങിപ്പോകും. നിർമ്മാതാവ് മുങ്ങും. പിന്നീട് ബാക്കി ജോലികൾ ചെയ്യുവാൻ താല്പര്യമുണ്ടാകില്ല. അതിനാൽ സിനിമാ മോഹവുമായി നടക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് എങ്ങനെയെങ്കിലും ഒരു നിർമ്മാതാവിനെ കണ്ടെത്തുക എന്ന് ചിന്തിക്കരുത്. തുടങ്ങിയാൽ അവസാനം വരെ കട്ടയ്ക്ക് നിൽക്കുന്ന സീരിയസ് ആയ ആളുകളെ മാത്രം തേടുക. ഒരു പ്രൊജക്റ്റ് തുടങ്ങി പാതി വഴിയെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പ്രൊജക്റ്റ് തന്നെ ഇല്ലാതാവുന്നത്. ഞാനൊക്കെ സ്വന്തം വീട് വിറ്റാണ് ആദ്യ സിനിമ എടുത്തത്. ഇതുപോലെ സീരിയസ് ആയി സിനിമയെ കാണുന്നവരുടെ സിനിമയിൽ മാത്രം സഹകരിക്കുക. പണമോ മറ്റു വല്ലതുമോ കൊടുത്ത് അഭിനയിക്കാൻ അവസരം നേടുവാൻ ശ്രമിക്കുന്നത് തെറ്റല്ല. പക്ഷേ പുറത്തിറങ്ങുന്ന വർക്കിൻ്റെ ഭാഗമാകുവാൻ ശ്രമിക്കുക. ഇറങ്ങിയിട്ട് ഇനി ആരും കണ്ടില്ലെങ്കിലും നമുക്കൊരു മനസമാധാനമെങ്കിലും കിട്ടും. അതിനാൽ കണ്ട തട്ടിക്കൂട്ട് സിനിമ, ആൽബം, ഷോർട്ട് ഫിലിം ഭാഗമാകാതെ നോക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി. ബൈ സന്തോഷ് പണ്ഡിറ്റ്. ഉരുക്കൊന്നുമല്ല, മഹാഭാവമാണ്.